3-2 അമർ കൗശിക് സംവിധാനം ചെയ്ത് ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി ബോളിവുഡിലെ സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സിലെ ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായി എത്തിയ സിനിമയാണ് സ്ത്രീ. ഈ യൂണിവേഴ്സിൽ തന്നെ 2018 പുറത്തിറങ്ങിയ സ്ത്രീക്ക് ശേഷം ചന്ദേരി എന്ന ഗ്രാമത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിനെ അവർ എങ്ങനെ തരണം ചെയ്ത് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. വളരെ പ്രഡിക്റ്റബിളായ സ്റ്റോറി പ്രമൈസ് ആണെങ്കിൽ പോലും ഡയറക്ഷൻ കൊണ്ടും മേക്കിംഗ് കൊണ്ടും വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തരാൻ അമർ കൗശികിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ വളരെ എൻഗേജിംഗ് ആയി നമ്മളെ ഒരു പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും ആണ് നിരൺ ഭട്ട് ഈ സിനിമയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ജിഷ്ണു ഭട്ടാചാര്യയുടെ സിനിമാറ്റോഗ്രാഫിയും ഹേമന്ത് സർക്കാറിൻ്റെ എഡിറ്റിങ്ങും ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റുകളാണ്. അത്രയ്ക്ക് കിടിലമായിട്ടാണ് ഇതിലെ ക്യാമറ ആൻഡ് വിഷ്വൽസ് കൈകാര്യം ചെയ്തിരിക്കുന്നതും ഇതിലെ ഓരോ കട്ട്സും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയുടെ BGM വർക്കെല്ലാം. ജസ്റ്റിൻ വർഗീസിൻ്റെ BGM എല്ലാം ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ഹൊറർ എഫക്റ്റുകളും അത് കൊടുക്കുന്ന എലിവേഷൻ എല്ലാം വളരെ വലുത് തന്നെയാണ്. ഒരു ഹൊറർ സിനിമയിലോട്ട് വരുമ്പോൾ അതിൽ സോങ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ഇതിലെ സോങ്സ് എല്ലാം വളരെ നന്നായിരുന്നു. അടുത്ത് ഹൊറർ കോമഡി ജനറിൽ വന്ന മറ്റു പല സിനിമകൾക്കും തരാൻ പറ്റാതിരുന്ന ഹൊറർ ആൻഡ് കോമഡി തമ്മിലുള്ള ബാലൻസിംഗ് ആൻഡ് വളരെ മികച്ച രീതിയിൽ ഈ സിനിമയിൽ കൊണ്ടുവരാൻ ഇതിൻ്റെ റൈറ്റർക്ക് പറ്റിയിട്ടുണ്ട്. സിനിമയിലെ VFX ആൻഡ് CGI വർക്കെല്ലാം വളരെ ഗംഭീരമായി തന്നെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓരോ ഹൊറർ സീനുകളിലും അത് സിറ്റുവേഷൻ ഹൊറർ ആയാലും ജംപ് സ്കെയർ സീനായാലും വളരെ എഫക്റ്റീവായി ആ ഭയം പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ കോമഡി പോർഷൻസ് എല്ലാം. കൂടുതലും സിറ്റുവേഷണൽ കോമഡിയാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതെല്ലാം വളരെ നന്നായി തന്നെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ക്യാരക്ടറിൻ്റെ മാനറിസവും അവർ ഉണ്ടാക്കുന്ന കോമഡികളും എല്ലാം വളരെ നന്നായിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ ശ്രദ്ധ കപൂറും രാജ്കുമാർ റാവുവും വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിലെടുത്തു പറയുന്ന രാജ്കുമാർ റാവു പുള്ളിയുടെ കോമഡിയും അതുപോലെ തന്നെ പേടിച്ച ഭാവങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സ്ക്രീൻ ടൈം കുറവാണെങ്കിലും വരുന്ന ഓരോ സീക്വൻസിലും വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ ശ്രദ്ധ കപൂറിന് പറ്റിയിട്ടുണ്ട്. കോമഡിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രുദ്ര എന്ന കഥാപാത്രം കൈകാര്യം ചെയ്ത പങ്കജ് ത്രിപാഠി, ജന എന്ന കഥാപാത്രത്തിലെത്തിയ അഭിഷേക് ബാനർജി, ബിട്ടു എന്ന കഥാപാത്രത്തിലെത്തിയ അപരശക്തി ഖുറാന എന്നിവരെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ കോമഡിയെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൗണ്ടറുകളാവട്ടെ അവരുടെ എക്സ്പ്രഷൻസ് ആവട്ടെ എല്ലാം വളരെ നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് ചിരി പടർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിലെ മറ്റ് സിനിമകളിലേക്ക് കൊടുക്കുന്ന കണക്ഷനും അവിടെ നിന്ന് വന്ന ചില ക്യാമിയോകളും എല്ലാം വളരെ ഗംഭീരമായി തന്നെ അവർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വരുന്ന ചില ക്യാമിയോസ് എല്ലാം വളരെ ഗംഭീരമായി തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു കാരണവശാലും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണണം.